നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ഇനി വിയ്യൂരിൽ. ഇന്ന് രാവിലെ കനത്ത സുരക്ഷയിൽ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ 7:20 കൊണ്ടുപോയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിലെ പ്രധാന തടവറയിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെടാൻ സഹായിച്ചത് ആരെന്ന ചോദ്യം ശക്തമാവുകയാണ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട്. ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ടതിന് ശേഷം മാത്രമാണ്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ മാത്രമല്ല, തടവിലെ താമസത്തിലടക്കം ജയിൽ അധികൃതർക്ക് അടിമുടി വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു കൊടും ക്രിമിനലിന് താടി നീട്ടി വളർത്താനടക്കം ആരാണ് അനുമതി നൽകിയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യം തലമുടി വെട്ടണം, ആഴ്ചയിൽ ഷേവ് ചെയ്യണം എന്നാണ് ചട്ടം. ഈ ചട്ടം നിലനിൽക്കുമ്പോഴും ഗോവിന്ദച്ചാമിയെ പോലൊരു കൊടും കുറ്റവാളി താടി നീട്ടി വളർത്തിയിട്ട് ജയിൽ ഉദ്യോഗസ്ഥർ വിലക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും അധികൃതർ ഉത്തരം പറയേണ്ടി വരും. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ട്. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തൽ. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരും. 11 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം. ജയിൽ മേധാവിയും ജയിൽ DIGമാരും സൂപ്രണ്ടുമാരും യോഗത്തിൽ പങ്കെടുക്കും. ജയിൽ ഉദ്യോഗസ്ഥരെ കൂടാതെ ക്രമസമാധാന ചുമതലയുള്ള DGP, ആഭ്യന്തര സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. ജയിൽ സുരക്ഷ, ജീവനക്കാരുടെ കുറവ്, തടവുകാരും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യും. വളരെ ആസൂത്രിതമായ ജയിൽ ചാട്ടമായിരുന്നു ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി നടത്തിയത്. ഇതിന് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ 2 മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ 3ാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരിച്ചു കയറാൻ ആലോചിച്ചിരുന്നതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി നൽകി. എന്നാൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്ന് സഹതടവുകാരൻ മുൻപ് പറഞ്ഞതോർത്തു. ഇതോടെ മനസ്സിനെ വീണ്ടും പരുവപ്പെടുത്തി രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കമ്പി മുറിക്കാനുള്ള ബ്ലേഡ് തന്നത് ജയിലിലുള്ള ഒരാളാണെന്നടക്കം ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തി. എന്നാൽ ആരാണ് അത് എന്ന കാര്യം ഇതുവരെ ആ കൊടും കുറ്റവാളി വെളിപ്പെടുത്തിയിട്ടില്ല. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്ലാനിട്ടത്. കവർച്ച ചെയ്ത പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് വെളിപ്പെടുത്തി. റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് വ്യക്തമായി അറിയാത്തതുകൊണ്ടാണ് താൻ DCC ഓഫീസ് പരിസരത്ത് എത്തിയതെന്നും അങ്ങനെയാണ് പിടിക്കപ്പെട്ടതെന്നും ഗോവിന്ദച്ചാമി വിവരിച്ചു. ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദച്ചാമി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചവരെ കുറിച്ച് കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടെ പുറത്തുവരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വൻ സുരക്ഷാ വീഴ്ചയിലേക്കാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ അടക്കം ഈ അലംഭാവം വ്യക്തമാണ്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ട്. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. പിടിയിലാവുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെ ആക്കിയിട്ടാണ്. അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ്. CCTV നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. അറസ്റ്റിലാകുമ്പോൾ 55 കിലോഗ്രാമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഭാരം. 15 കിലോയിലേറെ ഭാരം കുറച്ചിരുന്നു. ജയിൽ ചാട്ടം മാത്രമല്ല, കേരള പോലീസിനെ നാണം കെടുത്താൻ പോലും ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. പരോൾ പോലും നൽകാത്തതിൽ കടുത്ത അമർഷവും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ പോലും ഇയാൾക്ക് പദ്ധതിയുണ്ടായിരുന്നു. ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറാണോ എന്ന പരിഹാസം CPMന് നേരെ ഉയർന്നു. ജയിലിലാകുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ആക്ഷേപം നേരത്തെയുണ്ട്. ഇത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ്. സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. CPM നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പറയുന്നത്, താൻ ജയിൽ DGP ആയിരുന്ന കാലത്ത് ജീവപര്യന്തം വധശിക്ഷയുമൊക്കെ വിധിക്കപ്പെട്ട അപകടകാരികളായ കുറ്റവാളികളെ പാർപ്പിക്കാനായി ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അതിസുരക്ഷാ ജയിൽ തൃശ്ശൂരിലുണ്ടാക്കി. ഇന്ത്യയിൽ ഹൈദരാബാദിലും ചെന്നൈയിലുമാണ് ഇത്തരത്തിൽ വേറെ ജയിലുള്ളത്. ഗോവിന്ദച്ചാമിയെ അവിടേക്ക് മാറ്റാതെ കണ്ണൂരിൽ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണമെന്നാണ്.
തടവുകാർ ജയിൽ ചാടുന്നത് അകത്ത് നിന്ന് സഹായമുണ്ടാവും. ജയിൽ ചാടാൻ 4-5 ബുദ്ധിമുട്ടേറിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഗോവിന്ദച്ചാമിയുടെ സെല്ലിന് 3 താക്കോലുണ്ട്. ഒരു താക്കോൽ പൊട്ടിച്ചതുകൊണ്ട് മാത്രമാവില്ല, മുകളിലത്തെ കമ്പിവേലി പൊട്ടിക്കണം. അതിനുശേഷം ഒരു ചെറിയ മതിൽ ചാടണം. അത് കഴിഞ്ഞാണ് 24 അടി പൊക്കമുള്ള വലിയ മതിൽ. ഒരു കാരണവശാലും ഒറ്റയ്ക്ക് അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. കുറഞ്ഞത് 3 പേരെങ്കിലും അയാളെ സഹായിച്ചിട്ടുണ്ടാവണം. ഒന്നുകിൽ ജീവനക്കാർ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതായി സംശയിക്കുന്ന എല്ലാവരെയും സ്ഥലം മാറ്റണം. സഹായിച്ചു എന്ന് കണ്ടെത്തുന്നവരെ സസ്പെൻഡ് ചെയ്യണം. കേരളത്തിൽ കഴിഞ്ഞ 25 വർഷത്തിനിടെ 103 പേരാണ് ജയിൽ ചാടിയത്. രാജ്യമൊട്ടാകെ എടുക്കുമ്പോൾ 2200 പേർ ജയിൽ ചാടിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ താമസിപ്പിക്കുന്ന ബ്ലോക്ക് വഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന ഗോവിന്ദച്ചാമിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരേ തുണി ഉപയോഗിച്ചാണ് മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ഇറങ്ങിയതും. ഗോവിന്ദച്ചാമിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചെന്നാണ് വിവരം. ഇതൊക്കെയായിട്ടും ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നു. പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി തടവ് ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ലെന്ന ആരോപണം ശരിവയ്ക്കുന്നു. ഗോവിന്ദച്ചാമിയെ പോലൊരു കുറ്റവാളിയെ ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ലെന്നതിന് തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിയാനാവില്ലെന്നും അവർ പറയുന്നു. പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന വാദവുമായി CPM ഇതിനെ നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.